നമസ്കാരം. ഈ അമേരിക്ക പറയുന്നതനുസരിച്ച് റഷ്യയുമായിട്ട് അങ്ങ് ടൈപ്പ് ഇല്ല എന്ന് വെച്ചാൽ എന്താ പ്രശ്നം? റഷ്യയിൽ നിന്ന് ഓയിൽ കിട്ടിയില്ലെങ്കിൽ വേറെ എങ്ങനെ നിന്ന് ഇന്ത്യക്ക് ഓയിൽ കിട്ടില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ അമേരിക്കൻ പ്രേമികളുടെ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത്. ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ചിന്താവിഷയം ഉണ്ടാകുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിൽ നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. റഷ്യൻ എണ്ണ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടം എന്ന് പറയുന്നത് ചില്ലറ തുകയൊന്നുമല്ല, കോടികളുടെ നഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് അല്ലെങ്കിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള നഷ്ടം അവിടെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അമേരിക്ക പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തരാം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചൂടെ? അതെന്താ റഷ്യയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ? ഇല്ല. അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. അമേരിക്ക അപ്പം തന്നെ നയം മാറ്റും. അതായത് കൈ വലിക്കും. കൈ വലിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ ഇത്ര രൂപയ്ക്ക് എണ്ണ തരാൻ പറ്റുള്ളൂ, നിനക്കൊക്കെ വേണമെങ്കിൽ വന്ന് വാങ്ങിയിട്ട് പോടാ എന്ന് പറയും. അതാണ് അമേരിക്കയുടെ എന്നത്തെയും ഒരു പോളിസി എന്നുള്ളത്. നിനക്കൊക്കെ വേണം, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് തിന്നിട്ട് പോടെ എന്ന് പറയുന്ന ആ ഒരു അവജ്ഞ. ഈ അവജ്ഞ കാണിക്കുന്നത് പല രീതിയിൽ കാണിക്കാമല്ലോ. അത്തരത്തിലാണ് അമേരിക്ക നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൗഹൃദമാണ് എന്ന് പറഞ്ഞിട്ടും ആ കാർന്നോര്, അവിടുത്തെ ആ തലയ്ക്ക് വെളിവില്ലാത്ത കാർന്നോര് കാണിച്ചു കൂട്ടുന്ന എല്ലാത്തിൻ്റെയും തലവേദന എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഇവിടുത്തെ കാർന്നോരുണ്ടല്ലോ, മോദി, മൂപ്പർക്കറിയാം ഇതിനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ നമ്പാൻ കൊള്ളൂല എന്നുള്ളത്. ഒരു ആം ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. പുടിനെ ഹഗ് ചെയ്യുന്ന വീഡിയോ, മോദി ഹഗ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയും ട്രംപിനെ ഹഗ് ചെയ്യുന്ന വീഡിയോയും കാണാൻ കിട്ടും. നെറ്റിൽ യൂട്യൂബിൽ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് കണ്ടാൽ മതി, ആ ജെസ്റ്റർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് അമേരിക്കയെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോഴും സുഹൃത്താണ് എന്ന് പറയുമ്പോഴും അവരുടേതായ കാര്യങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള ചില ബന്ധങ്ങൾക്കൊക്കെ മോദി അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മോദി അവിടെ പോയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും നൻപണ്ട എന്നുള്ള രീതിയിൽ ഹഗ് ചെയ്യുന്നത് പുടിനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു രീതി, അതായത് ആ ഒരു ദീർഘദൃഷ്ടി, ദീർഘവീക്ഷണം നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കുണ്ട്. റഷ്യ ഒരു സാഹചര്യത്തിലും ഇതുവരെയും നമ്മളെ കൈവിട്ടിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. ഇപ്പോൾ പുടിനുമായിട്ട് ട്രംപ് ചർച്ച നടത്തുന്നു എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ അതെ പുടിനും കൈവിട്ട് പോയി. പുടിൻ അങ്ങനെ കൈവിട്ട് പോകുന്ന ഒരാളല്ല. പല സിമിലാരിറ്റീസും ഈ പറയുന്ന മോദിയും പുടിനും തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ ഇരുവരെയും ചേർത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. അമേരിക്ക എണ്ണ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ റഷ്യയെ വിശ്വസിച്ച് നമ്മളവിടെ ചെല്ലുന്നത് പോലെ അമേരിക്കയിലേക്ക് ചെല്ലാൻ കഴിയില്ല. അമേരിക്ക അന്നേരം പ്ലേറ്റ് മറിക്കും. അപ്പോൾ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി എന്ന് പറയുന്നത് റഷ്യൻ എണ്ണ വാങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇന്ധന ഇറക്കുമതി ചെലവിൽ 78,000 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് SBI റിസർച്ച് പറയുന്നത്. ചില്ലറ കോടിയല്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. 78,000 കോടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഏകദേശം $900 കോടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വർഷം അവശേഷിക്കുന്ന കാലയളവിലേക്കുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് അവർ പറയുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇത് 1,00,000 കോടി രൂപയാകും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആഗോള അസംസ്കൃത എണ്ണ വിപണിയിൽ റഷ്യയുടെ വിഹിതം എന്ന് പറയുന്നത് ഏതാണ്ട് 10%. റഷ്യയിൽ നിന്ന് രാജ്യങ്ങൾ കൂട്ടായിട്ട് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആഗോള വിപണിയിൽ സ്വാഭാവികമായിട്ടും ലഭ്യത കുറയുകയും ചെയ്യും. ഇത് മറ്റ് എണ്ണയുൽപാദക രാജ്യങ്ങളിൽ അവരുടെ ആവശ്യം കൂട്ടും. ഈ രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ആഗോള വിപണിയിൽ സ്വാഭാവികമായും എണ്ണ വില ഉയരും. അന്നേരം ഇവിടെ ഇരുന്ന് കൈയും കാലിട്ട് അടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. 2022 യുക്രൈൻ റഷ്യ ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സൈനിക നടപടിയൊക്കെ ഉണ്ടായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട്
ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാനായിട്ട് തുടങ്ങുന്നത്. 2019-20 സാമ്പത്തിക വർഷം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വെറും 1.7% മാത്രമായിരുന്നു ഈ ഒരു റഷ്യൻ വിഹിതം എന്ന് പറയുന്നത്. 2024-25 എത്തുമ്പോൾ അത് 35.1% ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യമായിട്ട് റഷ്യ മാറുക കൂടി ചെയ്യുന്നു. 2024-25 ഇന്ത്യ 8.8 കോടി ടൺ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതി 24.5 കോടി ടണ്ണാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണവില വീപ്പയ്ക്ക് പരമാവധി $60 നിജപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇറാഖിൽ നിന്നാണ് നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. സൗദി അറേബ്യ രണ്ടാമതും ഉണ്ടായിരുന്നു. UAE മൂന്നാമതുമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ശ്രേണിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ 40ഓളം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ഗയാന, ബ്രസീൽ, കാനഡ എന്നീ രാജ്യങ്ങളാണ് പുതുതായിട്ട് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. റഷ്യൻ എണ്ണയുടെ വരവ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, ഇറാഖിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനായിട്ട് ഇന്ത്യ നിർബന്ധിതമാവുകയും ഒക്കെ ചെയ്യും. ആഫ്രിക്കൻ രാജ്യങ്ങളും ബ്രസീലുമൊക്കെ പുതിയ സ്രോതസ്സായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ രാജ്യങ്ങളുമായി എണ്ണ വാങ്ങുന്നതിന് കരാറുള്ളത് കൊണ്ട് ലഭ്യതയിൽ നമുക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ SBI റിസർച്ച് പറയുന്നത്. അതേസമയം ലഭ്യത കുറയുന്നത് ഇറക്കുമതി ചെലവ് കൂട്ടാനുള്ള സാധ്യതയ്ക്കും വഴിവെക്കും. റഷ്യൻ എണ്ണയ്ക്ക് നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സ്രോതസ്സുകൾ തേടാൻ നിർബന്ധിതമാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അതിനുള്ള വഴിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി കണ്ടുവയ്ക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരെയും ഈ US-ഉമായിട്ടുള്ള ഇറക്കുമതി ചുങ്കം ആയിട്ടുള്ള വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ കാർഷിക, മത്സ്യബന്ധന, പാലുൽപ്പന്ന മേഖലയൊന്നും നമ്മൾ പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ഇതുവരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ഒരു കരുതൽ ശേഖരമുണ്ട്? ഇപ്പോൾ തന്നെ നമുക്ക് പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും വലിയൊരു കരുതൽ ശേഖരമാണ് എണ്ണയുടെ കാര്യത്തിൽ നമുക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 30 നില കെട്ടിടത്തിൻ്റെ അത്രയും താഴ്ചയിലാണ് പലയിടങ്ങളിലായിട്ട് നമുക്ക് കരുതൽ ശേഖരമുള്ളത് എന്ന് ഒരു റിപ്പോർട്ട് ഈ അടുത്ത് വായിക്കുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഭരണ നേതൃത്വം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അടിപതറാതെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വീഴ്ചകളൊക്കെ നമുക്ക് ഉണ്ടാകും. ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് എല്ലായിടങ്ങളെയും ബാധിക്കും. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നുള്ളത്, എന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ കാര്യങ്ങളും ഈ ഒരു പ്രതിസന്ധിയും നമ്മൾ ഇതേ രീതിയിൽ തന്നെ മറികടക്കുമെന്ന് കരുതാം.